ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പോകുന്നത് കൊല്ലം കടവൂർ പള്ളിയിലേക്കാണ്. ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ പട്ടിക്കുട്ടിയാണ് രാശി. എൻ്റെ കൂടെ അച്ഛനും അമ്മയും അപ്പവും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തേവള്ളി പാലം എത്തി. അങ്ങനെ നമ്മൾ പൊക്കോണ്ടിരുന്നത് പടിപൊളി സീൻ കണ്ട് ഗൈസ്. സൺസെറ്റ് ഗൈസ്, സെറ്റ്. അങ്ങനെ നമ്മൾ കടവൂര് പള്ളി എത്തി. ഞായറാഴ്ച ആയതുകൊണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഭയങ്കര തിരക്കായിരുന്നു, ഭയങ്കര ക്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പ്രാർത്ഥിക്കാനായിട്ട്. അങ്ങനെ നമ്മളും 10-15 മിനിറ്റ് ക്യൂവിൽ നിന്ന് പ്രാർത്ഥിച്ചു. വൈകുന്നേരം ആയതുകൊണ്ട് ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. കണ്ടോ ഗൈസ്, കൊടിമരം. ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ അടിപൊളിയായിരുന്നു. അവിടെ നിന്നിട്ട് തിരിച്ചു വരാനേ തോന്നിയില്ല. ഇതാണ് ഗൈസ് കുരിശടി. അധിക സമയമൊന്നും പ്രാർത്ഥിക്കാനൊന്നും പറ്റത്തില്ല, നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ നേർച്ചയൊക്കെ വാങ്ങിച്ചു. പൊരിയാണ് ഗൈസ് നേർച്ച. പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങിയപ്പോഴത്തേനും അവിടെ ചായയും പായസവും ഒക്കെ കൊടുക്കുന്ന കണ്ടു. ഞങ്ങൾ പായസമാണ് അവിടെ പോയി വാങ്ങിച്ചത്. അതിനും ഭയങ്കര ആളായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ മെഴുകുതിരിയൊക്കെ കത്തിച്ചു. ഭയങ്കര തീയും ചൂടും ഒക്കെ ആയതുകൊണ്ട് അമ്മ ഞങ്ങളുടെയും വാങ്ങിച്ച് വെച്ച് കത്തിച്ചു. മെഴുകുതിരി എറിഞ്ഞു കൊടുക്കാനേ പറ്റൂ. അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ കറങ്ങി ചെരുപ്പെടുക്കാൻ വന്നപ്പോൾ അപ്പോഴും അവിടെ വലിയ ക്യൂ ആയിരുന്നു. അവിടെ ഇപ്പോൾ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവിടെ ഇപ്പോൾ എല്ലാ സാധനങ്ങളും കിട്ടും. ഏറ്റവും കൂടുതൽ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ കട എന്ന് പറയുന്നത് മാലയും കമ്മലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയതുകൊണ്ട് ഫുള്ള് ഗേൾസാണ് കേട്ടോ ഗൈസ്. അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം കടകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആൾക്കാർ കടയിൽ നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര ചെറുതായിട്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എങ്ങും സ്ഥലമില്ലാത്തതുകൊണ്ട് അച്ഛൻ ദൂരെ കൊണ്ടാണ് കേട്ടോ വണ്ടി ഒതുക്കിയത്. അച്ഛൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് വേണം, എനിക്ക് സ്കൂളിലാണ് കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ കടകളൊക്കെ ഉള്ളത്. അങ്ങോട്ടേക്ക് ഇപ്പോൾ പോവാണ്. ഏപ്രിൽ 28 കൊടി കയറി. മെയ് 7-ാം തീയതിയാണ് കൊടി ഇറങ്ങുന്നത്. 28-ാം തീയതി തൊട്ട് 7-ാം തീയതി വരെ ഇവിടെ ഉച്ചഭക്ഷണമൊക്കെ ഉണ്ട്. കമ്മലിനൊക്കെ ഇഷ്ടംപോലെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ജ്യൂസിൻ്റെ മേള, ഐസ്ക്രീം മേള, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളും കുറേയൊക്കെ വാങ്ങിച്ചു. 67 പരം ഐസ്ക്രീമുകളുണ്ടായിരുന്നു. പിന്നെ സ്വീറ്റ്സ് കട, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. വെറൈറ്റി ഇതുവരെ കാണാത്ത വരെ ഉണ്ടായിരുന്നു. പിന്നെ മുല്ല ചെടികളുടെ തൈ, ഡ്രസ്സ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. ഈ സ്കൂള് ഫുള്ള് ചുറ്റടന്ന് കാണാനായിട്ട് ഒരുപാട് കടകളൊക്കെ ഉണ്ട്. അങ്ങനെ അച്ഛൻ വന്നു. ഞങ്ങൾ കടകളിലോട്ട് കയറാൻ പോവാണ്. അമ്മ അച്ഛനെയും വലിച്ചുകൊണ്ട് എല്ലാ കടകളിലും കയറി നടക്കുവാണ് കേട്ടോ. ചട്ടിയും കൊട്ടയും എല്ലാം വാങ്ങിക്കാനായിട്ട് അമ്മ ഓടി നടക്കുവാണ്. എല്ലാ കടകളും ഓൾമോസ്റ്റ് ഫുള്ളാണ്. ഇടയ്ക്ക് വെച്ച് കറണ്ടൊക്കെ പോയി. ഒരുപാട് കൊട്ടയും വട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അടുപ്പിൽ ചോറ് വെക്കുന്നവർക്ക് അടുപ്പൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. കുഞ്ഞു കുഞ്ഞു ചട്ടികൾ, വിളക്കൊക്കെ വയ്ക്കുന്നതിനുള്ള ചട്ടികൾ, കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടും.
അത്യാവശ്യം വിലക്കുറവൊക്കെ ഉണ്ട് കേട്ടോ. ചില കടയിലൊക്കെ നല്ല ഓഫറും അങ്ങനെയുള്ള ഏതെടുത്താലും 10 രൂപ, ഏതെടുത്താൽ 20 രൂപ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ചൂലും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. ഇത് കണ്ടത് ഷർട്ടൊക്കെയാണിത്. മങ്കി ക്യാപ്പിൻ്റെ ചെറുതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ആവശ്യമാർക്കൊക്കെ ഒന്ന് വാങ്ങിക്കാം. ഇത് പിന്നെ ഔഷധ ചെടികളുടെയൊക്കെ കടയും പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ചെടിച്ചട്ടി, ഞങ്ങൾ ചട്ടിയൊക്കെ വാങ്ങിച്ചു, പിങ്ക് കളറ്, അതിന് 20 രൂപയേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ട് അതിനെ കാണാൻ. മണി പ്ലാന്റ് ഒക്കെ നട്ടു വയ്ക്കാൻ നല്ലതാണ്. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ. പിന്നെ ചായക്കടകൾ അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ. ഇത് സ്കൂളിൻ്റെ അകമാണ് കേട്ടോ. ഇവിടുത്തെ കമ്മലുകടയാണ്. 10 രൂപ തൊട്ട് 150 രൂപ വരെയുള്ള കമ്മലാണ് ഉള്ളത്. ബോർഡ് എഴുതിയിട്ടുണ്ട് അവിടെ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരും അതിനകത്താണുള്ളത്. കിണറ്റിലൊക്കെ ഇടാൻ വേണ്ടി നെറ്റൊക്കെ ഉണ്ട്. പിന്നെ പായ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊരു പുട്ടുകുറ്റിയാണ്. മുളയ്ക്കകത്ത് ചിലരൊക്കെ പുട്ടുണ്ടാക്കും. അത് തന്നെ പല വലിപ്പത്തിലൊക്കെ ഉണ്ട്. അതിനിപ്പോൾ ഹോളൊന്നുമില്ല. അത് അവർ കടക്കാർ തന്നെ ഹോളൊക്കെ ഇട്ടായിരിക്കും നമുക്ക് തരുന്നത്. അമ്മ ചോദിച്ചപ്പോൾ അത് അങ്ങനെയാണ് പറഞ്ഞത്. ഞങ്ങൾ ഏതെടുത്താൽ 20 രൂപ എന്നുള്ളൊരു കടയിൽ കയറി.